Hello students, welcome to Easy Learning with Suvida. A Long Walk with Granny is a short story written by Ruskin Bond. Like most of his other stories, this too explores the lives of the hill people. This story in particular highlights the basic struggle of the people that is enrooted in the foothills of the Himalaya. റസ്കിൻ ബോണ്ടിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, ചെറുകഥയാണ് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ കഥകളും പോലെ തന്നെ ഈ കഥയും സാധാരണ ജനങ്ങളുടെ, അതായത് ഈ കുന്നിൻ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടുള്ളതാണ്, അവരുടെ ജീവിത സവിശേഷതകൾ കാണിച്ചുകൊണ്ടുള്ളതാണ് ഈ ഒരു കഥയും. അതായത് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന കഥയും അതുപോലെ തന്നെ കുന്നിൻ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ളതാണ്. പ്രത്യേകിച്ച് ഹിമാലയൻ താഴ്വരയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിത പോരാട്ടത്തെ എടുത്തു കാണിക്കുന്ന ഒരു കഥയാണ് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്നുള്ളത്. As the story goes, Mani is an 11-year-old boy raised by his maternal grandmother who cannot see things exactly. She is apparently blind and her spectacles are spotted and full of scratches. They are over 10 years old. Quite a long time for a single pair of spectacles. It's pity that she cannot see the boy whom she loved most and raised by herself. The boy's mother died when he was just 8 years old. കഥയിൽ മണി എന്ന് പറയുന്ന ഒരു 11 വയസ്സുള്ളൊരു ആൺകുട്ടിയുണ്ട്. അവനെ അവൻ്റെ അമ്മയുടെ അമ്മൂമ്മയാണ് വളർത്തിയിരുന്നത്. ആ അമ്മൂമ്മയ്ക്ക് കാഴ്ചശക്തി കുറവായിരുന്നു, പകുതി അവരന്ധയായിരുന്നു. അപ്പോൾ അവർക്ക് അതിന് ഉപയോഗിക്കാനായിട്ടൊരു കണ്ണടയുണ്ട്. ആ കണ്ണടയിൽ ഒരുപാട് പൊട്ടുകളും പോറലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കണ്ണടയ്ക്ക് ഒരു 10 വയസ്സിന് മുകളിൽ, അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുണ്ട്. അപ്പോൾ ആ കണ്ണട അവർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു കണ്ണടയായതുകൊണ്ട് തന്നെ, അതായത് ഇവർ ഹാഫ്ലി ബ്ലൈൻഡഡ് ആണ്. അപ്പോൾ ഇവർക്ക് കൃത്യമായി ഈ മനിയെ കാണാൻ കഴിയുമായിരുന്നില്ല. അവർ വളരെ അധികം സ്നേഹിച്ച് വളർത്തിയ ആൺകുട്ടിയാണ് മനി. അപ്പോൾ അവർക്ക് അതിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം ഈ കണ്ണടയുടെ ഈ ഒരു പ്രശ്നം കാരണം, വളരെ പഴക്കം ചെന്നത് കാരണം ഇവർക്ക് മനിയെ കൃത്യമായി കാണാൻ കഴിയുമായിരുന്നില്ല. Mani's father insists that a new pair of spectacles be arranged for Granny, but she refuses as she cannot think of going away leaving Mani alone. Thus, Mani decided to go with her. The nearest eye hospital is in Mussoorie from their village, almost 2 days' journey. First, they need to walk till 9. They will stay at Uncle's place and then will catch a bus next day for Mussoorie. അപ്പോൾ ഈ അമ്മൂമ്മയുടെ ഈ ഒരു സ്പെക്ടക്കിൾസ് ഇത്രയും മോശമായതുകൊണ്ട് തന്നെ മനിയുടെ അച്ഛൻ പുതിയ ഒരു പെയർ ഓഫ് കണ്ണട വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ കുറേ നാളായിട്ട് അമ്മൂമ്മയോട് പറയുകയാണ് വന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ അമ്മൂമ്മ അത് റിഫ്യൂസ് ചെയ്യുകയാണ്. കാരണം അവർക്ക് ഇത് വാങ്ങാൻ പോകണമെങ്കിൽ കുറച്ച് ദൂരം പോകണം. മുസൂരിയിലാണ് പോകേണ്ടത്. സോ അത് കുറച്ച് ദൂരെയാണ്. മണിയെ ഒറ്റയ്ക്കാക്കി പോകാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവരിത് വേണ്ട എന്ന് കുറേ നാളുകളായി റിഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കഷ്ടപ്പാടും, തന്നെ വിട്ടിട്ട് അമ്മൂമ്മയ്ക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കഷ്ടപ്പാടും, തന്നെ വിട്ട് പോകാൻ പറ്റില്ല എന്നുള്ള വിഷമവും കണ്ട് മനി എന്ത് ചെയ്യുന്നു, അമ്മൂമ്മയുടെ കൂടെ പോകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഏറ്റവും അടുത്തുള്ള ഐ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മുസൂരിയിലാണ്. അത് അവിടേക്ക് എത്തണമെങ്കിൽ തന്നെയും 2 ദിവസത്തെ യാത്രയുണ്ട്. അപ്പോൾ ഇവർ തീരുമാനിച്ചു, അമ്മൂമ്മയും മനിയും കൂടെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അവർ നടന്ന് 9 എന്ന സ്ഥലം വരെ നടന്നെത്തുന്നു. അവിടെ അവരുടെ അങ്കിളിൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് ബസ്സിൽ മുസൂരിയിലേക്ക് പോകാമെന്നാണ് ഇവർ തീരുമാനിക്കുന്നത്. അങ്ങനെ മനിയും ഗ്രാൻഡ്മയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. In light drizzle, they start their journey downhill. It is 12 miles till 9. They are carrying a leaking umbrella
food and a bedroll while they walk. Ruskin expertly describes the beautiful nature of the hills like dahlias, flowers, trees, far off mountains, passing by mules, and so on. At Nan, they stay with his uncle for a night. Next morning, Mani takes bath in the Sarayu River, which is considered sacred because it is a tributary of the Ganges River. അപ്പോൾ നേരിയ ചാറ്റൽ മഴയുള്ള സമയത്താണ് ഈ ഗ്രാനിയും മനിയും കൂടെ യാത്രയ്ക്ക് തയ്യാറാകുന്നത്. യാത്ര പുറപ്പെട്ടു. അപ്പോൾ നൈനിലേക്ക് 12 മൈലാണ് ദൂരമുള്ളത്. അവരുടെ കയ്യിലുള്ളത് ചോർന്നൊലിക്കുന്ന ഒരു കുടയും ഭക്ഷണവും പിന്നെ ഒരു കിടക്കയും മാത്രമാണ്. അത് കിടക്ക റോൾ ചെയ്ത് അവരിങ്ങനെ നടക്കുകയാണ്. അവരിങ്ങനെ നടക്കുമ്പോൾ അകലെ ഡാലിയ പൂക്കളും അതുപോലെ മരങ്ങളും ദൂരെയുള്ള പർവ്വതങ്ങളുമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കോവർ കഴുതകളൊക്കെ ആ കുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം വളരെ വിദഗ്ധമായി റസ്കിൻ ബോണ്ട് ഇവിടെ വിവരിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. അങ്ങനെ നൈനിൽ അമ്മാവനോടൊപ്പം ഒരു രാത്രി അവർ തങ്ങുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ മണി കുളിക്കാൻ പോകുന്നു. സരയൂ നദിയിലാണ് കുളിക്കുന്നത്. അതൊരു പവിത്രമായിട്ടുള്ള ഒരു കുളിയായി നമുക്ക് കണക്കാക്കാം. കാരണം എന്താണ്? ഗംഗാ നദിയുടെ അത്രത്തോളം പവിത്രമായിട്ടുള്ള ഗംഗാ നദിയുടെ പോഷക നദിയാണ് സരയൂ നദി. അതുകൊണ്ട് തന്നെ ആ കുളിയെ വളരെ പവിത്രതയോടുകൂടിയാണ് മണി കണ്ടിരുന്നത്. They set off for Mussoorie on a bus. Midway, the bus stops due to the heavy landslide occurred the previous night. Some people go back to Nain on the same bus, while a few courageous souls hike towards Mussoorie, a distance of 10 miles. Mani and Granny also walk and climb through the mountains. In Mussoorie, hotels are expensive, hence they stay a dharamshala near a temple. അപ്പോൾ ഇങ്ങനെ മുസൂറിയിലേക്ക് പോകാനായിട്ട് ഒരു ബസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെയാണ് പകുതി വഴി ആയപ്പോൾ അവിടെ തലേന്ന് വലിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മഴ കാരണം അവിടെ വലിയൊരു ഹെവി ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡ്, അതായത് ഒരു മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട് പേടിച്ച് കുറേ പേര് എന്ത് ചെയ്തു, തിരിച്ച് നൈനിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്, അത് സെയിം ബസ്സിൽ തന്നെ. പക്ഷേ കറേജിയസ് ആയിട്ടുള്ള കുറച്ച് പേര് എന്ത് ചെയ്തു, പിന്നെയും മുസൂറിയിലേക്ക് പുറപ്പെടുകയാണ്. അതായത് കാൽനടയായി പുറപ്പെടുകയാണ്. 10 മൈൽ ദൂരെയാണ് മുസൂറി ഉള്ളത്. അപ്പോൾ ധൈര്യശാലികളായ കുറച്ച് പേര് മാത്രമാണ് മുസൂറിയിലേക്ക് നടക്കുന്നത്. മനിയും അതുപോലെ തന്നെ ഈ നാനിയും മുത്തശ്ശിയും കൂടി മലകളൊക്കെ നടന്ന് കയറുകയാണ്. കാരണം മുസൂറിയിലെ ഹോട്ടൽസൊക്കെ വളരെ ചിലവേറിയതാണ്, വളരെ എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, അവർ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു ധർമ്മശാലയുണ്ട്, അവിടെയാണ് അവർ താമസിച്ചിരുന്നത്. In the hospital, when Granny gets a right pair of spectacles, she fills with excitement and mirth upon seeing Mani. She is seeing him first time. Next day, they shop together and then take the bus back to Nain. While in the bus, everyone is silent or sleeping. Granny is enjoying the beauty of nature and valleys. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ ഗ്രാനിക്ക് കാണാൻ പറ്റുന്ന, നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന റൈറ്റ് പെയർ ഓഫ് ഒരു സ്പെക്ടക്കിൾസ് കിട്ടി. അപ്പോൾ അത് വെച്ചപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, വളരെ സന്തോഷമായി. അതുപോലെ തന്നെ മനീനെ കാണുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടപ്പോൾ ഉള്ളൊരു സന്തോഷം വളരെ അധികമായിരുന്നു. കാരണം അവർ ഈ ഗ്രാനി മനി ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് അവനെ അങ്ങനെ കാണുന്നത്, ഫുള്ളി നല്ല വ്യക്തമായി കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷവും ഒക്കെ തോന്നിയിട്ടുണ്ടാവും. പിറ്റേന്ന് രാവിലെ അവരെന്ത് ചെയ്യുകയാണ്, അവിടെ ചെന്ന് മുസൂറിയിൽ ടൗണിലൊക്കെ ചെന്ന് ഷോപ്പ് ചെയ്തു, കുറേ സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു. അവർ തിരിച്ച് നെയിനിലേക്ക് പുറപ്പെടുകയാണ്. ബസ്സിനാണ് തിരിച്ചവർ വരുന്നത്. ബസ്സിൽ വെച്ചിട്ട് ചിലരൊക്കെ മിണ്ടാതിരിക്കുന്നു, ചിലരൊക്കെ കിടന്ന് ഉറങ്ങുകയാണ്. പക്ഷേ ഗ്രാനി മാത്രം എൻജോയ് ചെയ്യുകയാണ്. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ നന്നായിട്ടൊരു കാഴ്ച കാണുന്നത്. അതുകൊണ്ട് തന്നെ നാനി ആ ഒരു യാത്ര വളരെയധികം എൻജോയ് ചെയ്യുന്നു.
വാലീസിൻ്റെയും നേച്ചറിൻ്റെയൊക്കെ ബ്യൂട്ടി വളരെ സന്തോഷവതിയായി നാനി ഇങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്.